എൻ്റെ തന്നെ ജീവിതത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട അനുഭവം, അതായത് ഒരു സ്വർണം നഷ്ടപ്പെട്ടാൽ ഉടനെ പോലീസിൽ ഏൽപ്പിച്ച് പ്രതിയാന്ന് വെറുതെ സംശയിക്കുന്ന ഒരാളെ പ്രതിയാക്കി അവരെ പീഡിപ്പിക്കുകയല്ല ഒരു കുടുംബിനി ചെയ്യേണ്ടത്. ഓമന ഡാനിയേൽ ആ വലിയ ഒരു പ്രതിസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ സ്വന്തം ജീവിതത്തിലെ ഒരു അനുഭവം കൂടി ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കാം. ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ മൂത്ത കുട്ടി ഉണ്ടായി. മൂത്ത കുഞ്ഞിന് 10 മാസം പ്രായമുള്ളപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലേക്ക് ഞാനും ഹസ്ബൻഡും ട്രാൻസ്ഫർ ആയി പോകുന്നു. അവിടെ ഞങ്ങൾ ഒരു മലേഷ്യയിലെ താമസം ഉള്ള ഒരു മേനോന്റെ വലിയൊരു വീടാണ് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ താമസിച്ചത്. അപ്പം ഞങ്ങൾക്ക് ആ മേനോന്റെ ബന്ധു അവരാണ് ആ വീട് ശരിയാക്കി തന്നത്. ആ വീട്ടിൽ എനിക്ക് സഹായിക്കാനായിട്ട് ഒരു വനിതയെ അവിടുന്ന് കുറച്ച് ദൂരെ നിന്ന് നടന്നു വരേണ്ട ഒരു സ്ത്രീയെ ഞങ്ങൾക്ക് തരുന്നു. അങ്ങനെ ആ സ്ത്രീയുമായിട്ട് ഞങ്ങൾ ജോലി ചെയ്തു. ഒരു ദിവസം രാവിലെ എൻ്റെ മാല, കഴുത്തേ കിടന്ന മാല, രാവിലെ ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കഴുത്തേ കിടന്ന മാല ഇങ്ങനെ ഇഴഞ്ഞ് താഴേക്ക് വീഴുന്നു. അപ്പം എന്ത് പറ്റിയെന്ന് വിചാരിച്ച് മാല അപ്പോഴേക്കും ജോലിക്കാരിയും വന്നു. മാല എടുക്കുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ കുഴ അകന്നു പോയിരുന്നു. അതായത് കുഞ്ഞ് പാല് കുടിക്കുന്ന സമയത്ത് മാലയെ പിടിച്ചിങ്ങനെ വലിച്ച് പിന്നെ കുഴ അകന്നു പോയി. അതിൻ്റെ ഒരു താലി ഇട്ടിരുന്ന ഒരു പെൻഡന്റ്, അതായത് ഒരു പുലിനഖത്തിന്റെ ഷേപ്പ്. പുലിനഖം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും ഓർമ്മ വരുമല്ലോ നമ്മുടെ വേടന്റെ കഥ കാരണം കൊണ്ട്. പുലിനഖത്തിന്റെ ഷേപ്പിലുള്ള ഒരു ലോക്കറ്റ്, അതിനകത്തായിരുന്നു ഈ താലി ഇട്ടിരുന്നത്. ആ ലോക്കറ്റും താലിയും കൂടി ഏകദേശം 1 പവൻ തൂക്കം വരും. ആണ് ഈ മാലയുടെ കുഴ അകന്നപ്പോൾ താഴേക്ക് വീണ് പോയത്. എന്നിട്ട് ഞാനും എൻ്റെ ജോലിക്കാരിയും കൂടി അവിടെ മുഴുവനും ഒരുപാട് നോക്കി. ഈ മാലയും അതിൻ്റെ കുഴയും കൂടി കിട്ടാൻ. മാല കിട്ടി കുഴയാണ് നഷ്ടപ്പെട്ടത്, 1 പവൻ വരുന്ന. ഒരുപാട് നോക്കി, കിട്ടിയില്ല. അവസാനം ഞാൻ ഭഗ്നാശിയായി, എൻ്റെ താലിയും പോയല്ലോ എന്നൊക്കെ ഓർത്ത് അപ്പോൾ പിന്നെ സാരമില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്യാൻ അവിടെ എല്ലാം നോക്കി. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. രാവിലെ 7 മണിയാകാൻ പോകുന്നേ ഉള്ളൂ. കിടക്ക വിട്ട് കൊച്ചിനെ ഇങ്ങോട്ട് എഴുന്നേറ്റ് കൊച്ചിനെ ഉറക്കി കിടത്തിയിട്ട് എഴുന്നേറ്റ് അടുക്കളയിൽ വന്ന് ചായ ഇടുന്ന നേരത്താണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ബാത്റൂമിൽ, വീട്ടിൽ, അടുക്കളയിൽ, ഇതിനപ്പുറത്തേക്ക് മുറ്റത്തേക്ക് പോലും പോയിട്ടില്ല. പക്ഷെ സാധനം കിട്ടിയില്ല. 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ലാൻഡ് ലോഡ്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു മേനോൻ ഫാമിലി, ആ മേനോൻ ഫാമിലിയിലെ പിന്നെ ലേഡി എന്നെ വിളിക്കുന്നു. ടീച്ചറിൻ്റെ വല്ല സ്വർണവും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ കഥ പറഞ്ഞു. ഇന്ന സാധനം പോയി എന്നും ഞങ്ങൾ നോക്കി ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞു. അപ്പം പറഞ്ഞു അത് ജോലിക്കാരിക്ക് കിട്ടിയിരുന്നു. എൻ്റെ കൂടെയുള്ള ജോലിക്കാരിക്കാണ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കിട്ടിയിരുന്നു. അവൾ അതുകൊണ്ട് കമ്മലും അവക്ക് താലിയും ഉണ്ടാക്കി. അതായത് അവരുടെ താലി എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായ താലിയാണ്. അപ്പം ഈ തട്ടാന് കണ്ടപ്പോൾ മനസ്സിലായി ഇത് ഏതോ ക്രിസ്ത്യാനിയുടെ താലിയാണെന്ന്. തട്ടാന്മാർക്ക് അറിയാമല്ലോ, ഓരോ ഹിന്ദുക്കളുടെ ആണെങ്കിൽ തന്നെ ഓരോ ഓരോ പ്രദേശത്തുള്ള താലിയുടെ വ്യത്യാസമൊക്കെ തട്ടാന്മാർക്കറിയാം. ആ തട്ടാൻ അവരുമായിട്ട് അടുപ്പമുള്ളതായിരുന്നു. അപ്പോൾ ആ തട്ടാൻ വിളിച്ച് ചോദിച്ചു, അറിയാമോ ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് ഉരുക്കി കമ്മലും താലിയുമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അപ്പോൾ അവർക്ക് മനസ്സിലായി പെട്ടെന്ന് അത് എൻ്റെ തന്നെയായിരിക്കും എന്ന്. അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ സംഗതി പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വണ്ടർ അടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓമന ഡാനിയലിൻ്റെ സ്ഥാനത്താണെന്ന് ഞാൻ. അപ്പം ഞാൻ വേണമെങ്കിൽ എനിക്ക് അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് ഇവരെ ഏൽപ്പിക്കാമായിരുന്നു. കാരണം ഞാൻ വീടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല. കിടക്കയ്ക്ക് താഴെയും അതിന് ചുറ്റും ബാത്റൂമിലും അടുക്കള വരെയുള്ള എല്ലാ ഭാഗത്തും അടിച്ചു വാരി കൃത്യമായിട്ട് നോക്കിയതാണ്. ഈ നോട്ടത്തിനിടയ്ക്കാണ് എൻ്റെ ജോലിക്കാരിക്ക് ആ സാധനം കിട്ടുന്നത്. ഞാൻ അവളുടെ പേര് പറയുന്നില്ല. ഈ സാധനം കിട്ടുന്നത്, പക്ഷെ അവൾ അത് ഹൈഡ് ചെയ്തു എന്നെ കാണിക്കാതെ. അങ്ങനെ 2 മാസം കഴിഞ്ഞ് ഇത് പുറത്തറിയുന്നു. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് അപ്പോഴും എൻ്റെ വീട്ടിൽ ജോലിക്ക് അവൾ വരുന്നുണ്ട്. അങ്ങനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിന്നെ പോലീസിൽ ഏൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കരഞ്ഞു പിഴിഞ്ഞ് പറഞ്ഞു, എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്, എനിക്ക് അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞു. അബദ്ധമൊന്നും അല്ല, അത് സുബദ്ധം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം അപ്പോഴാണ് പിന്നെ മേനോന്റെ വീട്ടുകാർ ഞങ്ങളോട് പറയുന്നത് ഇവളുടെ ഭർത്താവ് കോയമ്പത്തൂർ ഭാഗത്തൊക്കെ വലിയ പോക്കറ്റടിക്കാരനായിട്ട് നടക്കുന്നവനാണെന്ന്. അപ്പോൾ ആ ശീലം ഭാര്യയ്ക്കും കിട്ടാതിരിക്കില്ലല്ലോ. അങ്ങനെ കിട്ടിയാണ് പോയത്. പക്ഷെ പോലീസിൽ ഏൽപ്പിച്ചില്ല. ഞങ്ങള് ആ സാധനം തിരിച്ചു വാങ്ങിച്ചുമില്ല. അവൾ താലിയാക്കിയും കമ്മലാക്കിയും ഇട്ട ആഭരണങ്ങൾ അവൾ തന്നെ എടുത്തുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ച്
അവരെ മാപ്പ് പറഞ്ഞ് വീട്ടിൽ ജോലിക്ക് പിന്നെ വരണ്ടെന്ന് പറഞ്ഞയച്ചു. പക്ഷേ അവൾക്ക് ഞങ്ങൾ മാപ്പ് കൊടുത്തു. അപ്പം അങ്ങനെ നമ്മളുടെ എന്ത് മോഷണം പോയാലും മാപ്പ് കൊടുക്കണം എന്നും ചോദിക്കരുതൊന്നും അല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. പക്ഷെ കഴിയുമെങ്കിൽ അവരുടെ ഇല്ലായ്മ കൊണ്ടാണ്, അവർക്കൊരു താലിയും 2 കമ്മലും ഉണ്ടാക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോയത്. അപ്പം വേണമെങ്കിൽ നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം, പക്ഷെ അവരെ നമ്മളുടെ കൂടെ നിർത്തരുത്. അത് അവരെ പറഞ്ഞയക്കുന്നതാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ശിക്ഷ. കാരണം എന്ന് വെച്ചാൽ അത് അവർക്ക് ക്ഷീണമാണ്, ശിക്ഷയാണ്. അതുകൊണ്ട് അപ്പം ഓമന ഡാനിയേൽ ചെയ്തത് ഒരു കാരണവശാലും ശരിയായില്ല. അതായത് മാല കണ്ടെത്താൻ വേണ്ടി നന്നായി ശ്രമിക്കണമായിരുന്നു. അങ്ങനെ ശ്രമിച്ചതിന് ശേഷം കിട്ടിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ വിളിച്ച് നേരെ പറയാമായിരുന്നു, ഇങ്ങനെ ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, നീ എടുത്തോ എന്ന് ചോദിക്കാമായിരുന്നു. ഇല്ലെന്ന് ഉറപ്പ് വന്നാൽ വീട്ടിൽ തന്നെ നോക്കി അത് കണ്ടെത്തേണ്ടതായിരുന്നു. അത് ചെയ്യാത്ത ഓമന ഡാനിയേൽ വലിയ തെറ്റാണ് ചെയ്തത്. അപ്പോൾ ബിന്ദുവിന് അവരോട് വൈരാഗ്യം തോന്നുമെങ്കിൽ പ്രശ്നം അത് ശരിയല്ല എന്ന് പറയാൻ നമുക്ക് അർഹതയില്ല. അപ്പം ഞാൻ ബിന്ദുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ബിന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ ഒരു സജഷൻ എന്താണെന്നറിയാമോ? ബിന്ദുവിനെ പോലെ വീട്ടുജോലിക്ക് പോകുന്ന പെൺകുട്ടികൾ ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾക്കൊരു യൂണിയൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു തീരുമാനം എടുക്കുക. ഒരു കാരണവശാലും ഓമന ഡാനിയലിൻ്റെ വീട്ടിൽ വീട്ടുജോലിക്കായി പോവുകയില്ല. ഓമന ഡാനിയൽ എത്ര ശ്രമിച്ചാലും വീട്ടുജോലിക്ക് ആളെ കിട്ടുകയില്ല. അങ്ങനെ ഒരു പരുവം വരണം. അപ്പോഴാണ് ഓമന ഡാനിയൽ അതിൻ്റെ ഡാമേജ് മനസ്സിലാക്കുക. തൻ്റെ ചെയ്തി, തൻ്റെ നാവ് ശരിയായിട്ടല്ല പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുക. അപ്പോഴാണ് ശരിക്ക് ബിന്ദുവിന് നീതി കിട്ടുക. അങ്ങനെ ബിന്ദുവിനെ പോലെ വീട്ടുജോലിക്കായി നടക്കുന്ന പെൺകുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് അവരോടുള്ള റിക്വസ്റ്റ് ഇതാണ്, ബിന്ദുവിന് വേണ്ടി നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. ഇനി അറിവിൽപ്പെടുന്നവരാരും ഓമന ഡാനിയലിൻ്റെ വീട്ടിൽ ജോലിക്ക് പോവുകയില്ല. അങ്ങനെ അവരെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന തീരുമാനം എടുക്കുക. താങ്ക് യു.